എല്ലാവർക്കും ഞങ്ങളുടെ കത്വേ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപൂർവങ്ങളിൽ അപൂർവമായൊരു വ്യക്തിയാണ്. എല്ലാവരും പഠിക്കാനും എല്ലാവരും അറിയാനും ആഗ്രഹിക്കേണ്ട ഒരു വ്യക്തി. നമ്മുടെ എല്ലാ മനസ്സിൽ ട്രാൻസ്ജെൻഡർ എന്ന് കേൾക്കുമ്പോൾ വിവിധ വികാരങ്ങളും വിവിധ വിചാരങ്ങളും വിവിധ രീതികളുമാണ് അലയടിക്കാറുള്ളത്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് കേരളത്തിൽ പ്രശസ്തിയായ നർത്തകിയും യൂട്യൂബറും എല്ലാമായ മായ രവി. മായ രവി വയനാട് ജില്ലാ ട്രാൻസ്ജെൻഡർ സെക്രട്ടറിയും ജസ്റ്റിസ് കമ്മീഷൻ്റെ അംഗവുമാണ്. മായ രവിയെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ് മായ രവി, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. സുഖമാണല്ലോ? സുഖം. മായയുടെ കാര്യങ്ങൾ അറിയാനും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനും ഞങ്ങൾക്കതിയായ ആഗ്രഹമുണ്ട്. എല്ലാം തുറന്നു സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മായക്കതിൽ വിരോധമില്ലല്ലോ? ഒരു വിരോധമില്ല. എങ്കിൽ നമുക്ക് ആരംഭിക്കാം. ഞാനൊരു തുറന്ന പുസ്തകമാണ്. ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ളത്, മായ ജനിക്കുന്ന കാലം മുതൽ ഇപ്പോഴുള്ള അവസ്ഥ വരെയുള്ള പല കാര്യങ്ങളും അറിയാനുണ്ട്. ജനിക്കുന്ന സമയത്ത് മായ ഒരു ആൺകുട്ടിയായിരുന്നു, പെൺകുട്ടിയായിരുന്നു? ആൺകുട്ടി തന്നെയായിരുന്നു. ആൺകുട്ടി തന്നെയായിരുന്നു. അതെ. തുടർന്ന് അങ്ങോട്ട് മായയിൽ സ്ത്രീ വികാരങ്ങളും സ്ത്രീകളുടെ ചാബല്യങ്ങളും സ്ത്രീകളുടെ വിചാരങ്ങളും എപ്പോഴാണ് ഉദയം ചെയ്തതെന്ന് പറയാമോ? ഞാനൊരു 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ ഒരു 10 വയസ്സ് ആ സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനെ തോന്നി, എന്താണ് ഒരു വ്യത്യാസം തോന്നി. എന്താന്ന് വെച്ചാൽ ഞാനിത് അറിയുന്നില്ല സംഭവം. സാധാരണ ആൺകുട്ടികളെ പോലെ അല്ലല്ലോ എനിക്ക്. എപ്പോഴും ഈ പെൺകുട്ടികളോടെ ആയിരിക്കും എൻ്റെ കൂട്ട്. പിന്നെ അടുക്കള ജോലിയാണ് ഇഷ്ടം. ഒരു പെൺകുട്ടികൾക്ക് എന്തൊക്കെയാ ചെയ്യാൻ തോന്നുക, അതൊക്കെ ആയിരിക്കും നമ്മളെ മൈൻഡിൽ വരിക. പക്ഷെ നമ്മൾ കണ്ണാടിയൊക്കെ നോക്കിയിട്ട് പറയും, ഞാനൊരു ആൺകുട്ടിയാണല്ലോ, പിന്നെന്താ എനിക്കെന്താ ഇങ്ങനെ വരുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, എനിക്കെന്താ ഫുട്ബോൾ കളിക്കാൻ പോയിക്കൂടെ, ആണുങ്ങളെ കൂടെ ബൈക്ക് ഓടിച്ചൂടെ, ആണുങ്ങളെ പോലെ, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് അത് പറ്റുന്നില്ല. അത് എനിക്ക് പറ്റുന്നില്ല, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പറ്റുന്നില്ല. അപ്പൊ എനിക്ക് എപ്പോഴും എൻ്റെ ഒരു പെൺകുട്ടി എന്തൊക്കെയാ ചെയ്യാൻ തോന്നുക, അടിച്ചു വാരലും മുടി കെട്ടലും പൊട്ട് വെക്കലും ലിഫ്റ്റിക് ഇടലും കണ്ണെഴുതലും, അങ്ങനെ ഒരു ഇതന്നെയായിരുന്നു ചെറുപ്പത്തില്. സ്ത്രൈണഭാവങ്ങൾ കൂടുതലായിരുന്നു. അതായത് പുരുഷ ഹോർമോണിന്റെ പ്രവർത്തനം കുറവായതുകൊണ്ട് പുരുഷന്മാരുടെ ആഭിമുഖ്യം വളരെ കുറവായിരുന്നു. അതെ. കുട്ടി ജനിച്ചേ വളർന്നു വരുന്ന പ്രായത്തിൽ സ്കൂളിലെ അനുഭവങ്ങളെ പറ്റി ഒന്ന് പറയാമോ? സ്കൂളുകളിലെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ അത് ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയാണ്. പറയൂ. അത് ഞാൻ ഒരുപാട് സ്റ്റേജുകളിൽ കറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കത് അന്ന് ഒരു സപ്പോർട്ട് ഇല്ലാത്ത ഒരു കാലഘട്ടങ്ങളായിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് എന്താണെന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടങ്ങളായിരുന്നു നമ്മളൊക്കെ ഉണ്ടായ കാലഘട്ടങ്ങളിൽ, പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ. അന്ന് ഈ 9 ചാന്ത് പൊട്ട് അതൊക്കെയായിരുന്നു അവരുടെ പേര്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന ഒരു വേർഡ്സ് തന്നെ അന്ന് ഇല്ല, അങ്ങനെ ഒരു പദമേ ഇല്ല. പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാനൊരു 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ സ്കൂളുകളിൽ ഡാൻസ് കളിക്കും. എല്ലാ ആൺകുട്ടികളുടെ വേഷം കെട്ടി ഡാൻസ്, ഞാൻ വേഗം പാവടിയും ബ്ലൗസ് ഇട്ടിട്ട് ഡാൻസ് കളിക്കുക. അപ്പൊ നിനക്കെന്താ പെൺകുട്ടികളെ പോലെ തന്നെ നീ കളിക്കുന്നത്, നിനക്കെന്താ ആൺകുട്ടികളെ പോലെ കളിച്ചൂടെ, നീ എന്തിനാ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നത്, പറയിപ്പിക്കുന്നതൊക്കെ സ്കൂളിന്റെ ഇടയിലൊക്കെ ഇത് എന്നും ഈ ചർച്ച തന്നെയായിരിക്കും സ്കൂളുകളിൽ. കോമാളി വേഷത്തിൽ നമ്മളെ കാണും, നമ്മളെല്ലാവരും കൂടി കളിയാക്കുക, നമ്മളെ എന്താ പറയാ, മലയാളത്തിൽ ചാന്ത് പൊട്ട് എന്നൊരു വാക്ക്. അതെ, ചാന്ത് പൊട്ട്, 9, പിന്നെ കുണ്ടൻ, സൈക്കിള്, ഇങ്ങനെയൊക്കെ പേരുകളായിരുന്നു. അന്ന് പഠിക്കാനൊന്നും സമ്മതിക്കില്ലായിരുന്നു. അന്ന് ഒരുപാട് ബുദ്ധിമുട്ടി. അന്ന് പഠിച്ചിരുന്നെങ്കിൽ നമ്മൾ എവിടെയോ എത്തിയാണ്. അത് എന്ത് ചെയ്യാനാ, ഞാനിപ്പോ ഇങ്ങനെ ജനിച്ചത് എൻ്റെ കുറ്റമല്ലല്ലോ. അന്ന് ഈ അതർ ഓപ്പോസിറ്റിൽപ്പെട്ട, അതായത് ആൺകുട്ടികൾ തന്നെ നിങ്ങളെ ലൈംഗികമായിട്ടും മറ്റ് ശാരീരിക പ്രക്രിയകളിലേക്ക് ഏർപ്പെടാൻ ശ്രമിച്ചിരുന്നോ? അതിൻ്റെ തിക്താനുഭവങ്ങളൊന്ന് വിവരിക്കാം. അത് പഠിക്കുന്ന ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏജ് തന്നെയാണ്. അന്ന് ആ പ്രായത്തിൽ നമുക്ക് അറിയില്ലല്ലോ സെക്സ്വാലിറ്റി എന്താണെന്ന് അറിയില്ല. നമുക്കത് സെക്സ് എന്താണെന്ന് അറിയില്ല. 8-9 വയസ്സല്ലേ ഉള്ളൂ. കളിയാക്കും ഇങ്ങനെ. അതായിരുന്നു കൂടുതൽ. ഇങ്ങനെ നമ്മൾ അവിടെ ഇവിടെയും തോണ്ടുക. പിന്നെ നീ ആൺകുട്ടി എന്നല്ലേ, പിന്നെന്താ ഈ പെൺകുട്ടികളെ പോലെ നടക്കുന്നത്, നിന്നെ കെട്ടട്ടെ, നിനക്ക് പ്രേമിച്ചാലോ, അങ്ങനെയൊക്കെ കളിയാക്കും അവര്. അപ്പൊ നമുക്കിത് അറിയില്ല, ഇത് എന്ത് മറുപടി കൊടുക്കണമെന്നല്ല. ചിലപ്പോ വീട്ടിൽ വന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നും അടിയായിരിക്കും, നീ അങ്ങനെ നടന്നിട്ടല്ലേ, നിനക്കെന്താ ആൺകുട്ടികളെ പോലെ നടന്നാല്. അപ്പൊ എനിക്കത് പറ്റുന്നില്ല. ഞാനത് എങ്ങനെ അത് അവരോട് തുറന്നു പറയുന്നത് എനിക്ക് അറിയുന്നില്ല. അത് ഞാൻ അപ്പൊ അടി കൊള്ളുമ്പോ കുറച്ചു നേരം മിണ്ടാതിരിക്കും, പിന്നെ ഉണ്ടാവും ചൂലെടുത്തിട്ട് മുറ്റടിച്ച് വരാൻ പോകും ഞാന്. അപ്പോ വീട്ടുകാർക്ക് പറഞ്ഞു മടുത്തത്. മായ ജനിച്ചതും വളർന്നതും മധുരയിലാണ്. മധുര ഉസിലാമ്പട്ടി. മായക്ക് സഹോദരന്മാരായിട്ട് 2 പേരും, അച്ഛനും അമ്മയും ഇപ്പൊ നിലവിലില്ല എന്നും കേട്ടിട്ടില്ല. മായ ഈ വയനാട്ടിൽ എത്തിപ്പെടാനും ഇവിടെ ജീവിക്കാനും ഉണ്ടായ സാഹചര്യങ്ങൾ എന്താണ്? എന്റെ കൂടെ പറഞ്ഞ 2 ആൺകുട്ടികളാണ്. ഞങ്ങൾ മൊത്തം 3 ആൺപിള്ളേരാണ്. അതില്
എനിക്ക് മാത്രമല്ല ഇങ്ങനത്തെ ഒരു പ്രശ്നം. അത് ഇന്ന് പ്രശ്നമായിട്ട് തോന്നില്ല, അന്ന് പ്രശ്നമായിട്ട് തോന്നി. നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്കൂളുകാർക്കും ബസ്സിൽ പോകുന്ന യാത്രക്കാർക്കും പബ്ലിക്കിനൊക്കെ അന്ന് ബുദ്ധിമുട്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മളെ കാണുമ്പോൾ ഓടി വരുന്നത്, നമ്മളവിടെ നിന്ന് സെൽഫി എടുക്കുന്നത്, ഇന്ന് ഒരുപാട് മാറ്റം വന്നില്ലേ. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു അന്ന് നമ്മളെ ചേർത്തി പിടിച്ചിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ആവില്ലായിരുന്നു. നമുക്ക് അന്ന് ഒറ്റപ്പെടലല്ലേ കൂടുതൽ. എവിടെ പോയാലും നമുക്കൊരു ഇതില്ല. എവിടെ പോയാലും നമ്മളെ കളിയാക്കല്, നീ അങ്ങനെ ചെയ്തിട്ട് ഒക്കെ എന്താ അവർ ആ ആൺകുട്ടിയെ കുറ്റം ചെയ്താലും പെൺകുട്ടിയെ കുറ്റം ചെയ്താലും ചീത്തപ്പേര് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനായിരുന്നു. നീ അങ്ങനെ നടന്നിട്ടല്ലേ, നിനക്കെന്താ മര്യാദയ്ക്ക് നടന്നാലേ, നിനക്കെന്താ നേരെ നടന്നാലേ. ഞാൻ നേരെ നടന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കൈയും കാലം അങ്ങനെ പോകുന്നു, ഞാൻ എന്ത് ചെയ്യാനാ. പക്ഷെ ഒരേട്ടൻ മരിച്ചു, പിന്നെ രണ്ടാമതൊരേട്ടനുണ്ട്. കുഴപ്പമില്ല, ഇപ്പം അവരുമായിട്ട് വലുതായിട്ട് ഇതല്ലെങ്കിലും കുറച്ചൊക്കെ അവർക്ക് മനസ്സിലായി. അവനിപ്പോൾ അങ്ങനെ ജനിച്ചത് അവൻ്റെ കുറ്റം അല്ലല്ലോ എന്നല്ല അവർ ബോധം കാണുമ്പോൾ ഒന്ന് ഹായ് പറയുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും വിളിയും കാര്യങ്ങളൊന്നും ഇല്ല. മായയുടെ ബാല്യകാലങ്ങളെ പറ്റി പറഞ്ഞു. മായയിൽ സ്ത്രൈണ വികാരങ്ങൾ ഉണരുകയും ഒരു സ്ത്രീ ആകണമെന്ന ചിന്തയുണ്ടാകുകയും അതിൻ്റെ ഫലമായി ഹോർമോൺ ചികിത്സയിലേക്ക് കടക്കുകയും ചെയ്തു. ആ അവസ്ഥയൊന്ന് വിശദീകരിക്കാമോ മായ? തീർച്ചയായിട്ടും. അത് ഹോർമോൺ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് ആനുകൂല്യം കിട്ടുന്നുണ്ട്. നമുക്ക് 2016 മന്ത്രി മുനീർ നമ്മൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ബില്ല് പാസ്സാക്കുന്നത്. പാസ്സാക്കിയാലും അന്ന് അത്ര വിപുലമായില്ലായിരുന്നത്. അത് വലുതായിട്ടൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല മൂപ്പർ. പിന്നെയാണ് നമുക്ക് ഇടതുപക്ഷത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മൾ വേറെ വേറെ ജില്ലയിൽ വെച്ച് നോക്കുമ്പോൾ കേരളം സംബന്ധിച്ചോളം നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിനും ഒരുപാട്, ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമല്ല എല്ലാവരും ജാതി മതം ഒന്നുമില്ലാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടതുപക്ഷം തന്നെ. അതിൽ യാതൊരു മാറ്റമില്ല. അതുപോലെ തന്നെ നമ്മൾ ഏതോ മൂലയ്ക്ക് കിടന്ന ഞങ്ങളെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മളെ ഈ ലോകത്തുണ്ട്, നമ്മളുടെ ഈ നാട്ടിൽ. അവർ ഒറ്റപ്പെടാൻ പാടില്ല, അവരും ഇവിടെ ജീവിക്കണം, അവർക്ക് അവകാശമുണ്ട് ജീവിക്കാൻ. എല്ലാവർക്കും അവകാശമുള്ള ജീവിക്കാൻ അവകാശം ഈ ഭൂമിയിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട് പോകാൻ പാടില്ല. അവരുടെ മാനസിക അവസ്ഥ എന്താണ്, അവരുടെ മനസ്സെന്താണ്, അവരെന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള പഠിക്കാൻ താല്പര്യപ്പെട്ടതും നമുക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ മുന്നോട്ട് വന്നത് നമ്മുടെ ഇടതുപക്ഷം തന്നെ, നമ്മുടെ പിണറായി വിജയൻ സാർ തന്നെ. അതിൽ യാതൊരു മാറ്റമില്ല. അങ്ങനെയാണ് നമുക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പം നമ്മളുടെ കുറച്ച് ആൾക്കാരെ വിളിച്ച് അവർ ഇങ്ങനെ സംസാരിച്ച് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നോക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, അങ്ങനെയാണ് ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഓരോരോ പദ്ധതികൾ കൊണ്ടുവന്നത്. സർജറി ചെയ്യാനുള്ള പദ്ധതികൾ, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുതലേ ചിലവരുടെ ശരീരത്തിൽ 2-3 വർഷം ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അത് ഗവൺമെൻറ് തന്നെ, നമ്മളൊന്നും അറിയണ്ട. നമ്മൾ പോയിട്ട് നമുക്ക് എല്ലാ ബില്ലും കൊണ്ട് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബില്ല് പൈസ ഇതാക്കി തരും. നമ്മൾ ഏകദേശം ഒരു 2-3 കൊല്ലം നമ്മൾ ആ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നമ്മളുടെ ആ ശരീരത്തിലുള്ള നമ്മൾ ജന്മന ആണാണല്ലോ, നമ്മുടെ മൈൻഡ് മാത്രമുള്ള പെണ്ണായിട്ടില്ല. അല്ലാണ്ട് നമുക്ക് യാതൊരു മാറ്റമില്ല. ഒരു ആൺകുട്ടി എങ്ങനെയാണ് അതുപോലെ തന്നെ ആയിരിക്കും, അതിൽ യാതൊരു മാറ്റം. പക്ഷെ മൈൻഡ്, നമ്മളുടെ തലച്ചോറ് എന്താ പറയുന്നത് അതാണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കിട്ടുക. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല, അത് നമുക്ക് ഗുളികയായിട്ട് കിട്ടും. അത് ഗവൺമെൻറ്റിന് തന്നെയാണ്, നമുക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. അത് നമ്മൾ 2-3 കൊല്ലം കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ സർജറിയിലേക്ക് പോകുന്നത്. സർജറിയിലേക്ക് പോയാലും സർജറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സൂട്ടാവില്ല, എല്ലാവരുടെ ശരീരത്തിൽ നിന്ന് ആ സർജറി പിടിക്കില്ല. ചിലർക്ക് ഒരുപാട് ആൾക്കാർ, ചില നമ്മുടെ സഹോദരിയിൽ തന്നെ ഒന്ന് ബാത്റൂം പോണേന്ന് തന്ന് പിന്നെ സൂചി കുത്തിയിട്ടൊക്കെ പോയിട്ടുണ്ട് അവർ. കാരണം അത് അടഞ്ഞു പോവുകയാണ് അവർക്ക്. അത് ശരിക്കും ഒരു ആണെന്നും പെണ്ണായി മാറുക എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമല്ല. പിന്നെ അത്രയും അവരുടെ ഞങ്ങളുടെ മൈൻഡ് അത്രയും ഇതിലാണ്, ഒന്ന് പെണ്ണാവണം, എങ്ങനെയൊന്ന് പെണ്ണാവണം. കാരണം ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കണ്ണാടിൻ്റെ മുന്നിൽ നോക്കുമ്പോൾ എൻ്റെ അവയവങ്ങൾ ആൺകുട്ടിയിലെ പോലെയാണ്. അപ്പോൾ അതൊരു നമുക്കൊരു കുറവ് പോലെ. അങ്ങനെയാണ് കുറേ പേര് സർജറി ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെയാണ് സർജറി ചെയ്യുന്നത്. സർജറി ചെയ്താലും നമുക്ക് ഒരുപാട് പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് 3-4 ലക്ഷം റുപ്യയായിട്ട് നമുക്ക് തരും. നമുക്ക് സർജറി ചെയ്യാനുള്ള പൈസ ആദ്യം നമ്മൾ പൈസ മുടക്കിയിട്ട് നമ്മൾ സർജറി ചെയ്യണം. സർജറി ചെയ്ത് ആ ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 മാസത്തിനുള്ളിൽ നമുക്ക് പൈസ നമുക്ക് തിരിച്ച് കിട്ടും. മായ സർജറി ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹിക്കുകയും സർജറി രംഗത്തേക്ക് കടക്കുകയും ചെയ്തു. മായയുടെ ആ സർജറി രംഗത്തുള്ള, വൈദ്യശാസ്ത്ര രംഗത്തുള്ള സഹായങ്ങളും അനുഭവങ്ങളും ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഹോർമോൺ ചികിത്സയും ഗവൺമെന്റിൽ നിന്ന് ഒത്തിരി സഹായം, 4 ലക്ഷത്തോളം രൂപ ഒരു ട്രാൻസ്ജെൻഡർ കിട്ടുന്നുണ്ടെന്ന് അറിയുന്നു. അത് നല്ല കാര്യം. മായയുടെ അനുഭവങ്ങളൊന്ന് വിശദീകരിക്കുക. അത് നമുക്ക് 2 തരം സർജറിയാണ് വരുന്നത്. അതായത് നമ്മളുടെ പെന്നീസ് മുറിച്ച് മാറ്റിയിട്ട് സർജറി ചെയ്യും. അത് ഷേപ്പ് ചെയ്യും. പിന്നെ ഒന്ന് SRS എന്ന് പറയും. അതിൽ 2 വിധ സർജറി ഉണ്ട്. ചിലർക്ക് SRS തന്നെ വേണമെന്നുണ്ട്, ചിലർക്ക് ഷേപ്പ് മതി. ആ കാണുമ്പോൾ ആ പെണ്ണിൻ്റെ വജന കിട്ടിയാൽ മതി. ചിലവർ പറയും ശരിക്കും ഒരു എന്താ പറയുക,
SRS എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് സെക്സുമായിട്ട് ബന്ധപ്പെടാനും ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെടാനുള്ള ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് SRS സർജറി ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ഷേപ്പാക്കുക, അത് ഒരു പെണ്ണിൻ്റെ വജന പോലെ ഷേപ്പാക്കും. അത് 2-3 കൊല്ലം ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ടാണ് ആ സർജറി ചെയ്യുന്നത്. ഞാനിപ്പോൾ ഹോർമോൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹോർമോൺ തുടങ്ങി എനിക്ക് 2-3 കൊല്ലം കൂടി കഴിയണം. കാരണം പെട്ടെന്നൊന്ന് ചാടി പിടിച്ചിട്ട് ചെയ്യുന്നതല്ല. പിന്നെ അത്ര നമ്മളിപ്പോൾ ഒരു സർജറി ചെയ്താലും അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ശരിക്കും നമ്മൾ അത്രയും എന്നാലും വേണ്ടില്ല, ജീവിച്ചാലും വേണ്ടില്ല, മരിച്ചാലും വേണ്ടില്ല, പെണ്ണായി മാറി കിട്ടിയാൽ മതി ആ ഒരു തലച്ചോറ് പറയുന്ന പോലെയാണ് ചെയ്യുന്നത്. അത്രയും നമ്മൾ ഇതിലേക്ക് ആയിപ്പോയി. എങ്ങനെയെങ്കിൽ പെണ്ണാവണം ആ ഒരു ചിന്തയാണ് കൂടുതൽ. അതിനുള്ള പൈസയും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. പൈസ നമ്മൾ ആദ്യം മുടക്കി ചെയ്യണം, പിന്നാണ് ഗവൺമെൻറ് നമുക്ക് പൈസ തരുന്നത്. നമ്മൾ ആദ്യം സർജറി ചെയ്ത കാരണം കുറേ പേര് പറ്റിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. സർജറി ചെയ്യാതെ ഗവൺമെൻറ് ആദ്യം പൈസ കൊടുക്കില്ല. ഇത് നേരെ നമ്മൾ സർജറിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ബില്ലൊക്കെ വെച്ചിട്ട് നമുക്ക് പൈസ തിരിച്ച് കിട്ടും. മായ, നിങ്ങളിപ്പോൾ ഒരു സ്ത്രീ ആയി കഴിഞ്ഞു. അതെ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. അതെ. കാരണം നിങ്ങൾ ഹോർമോൺ ചികിത്സ നടത്തി, ബ്രസ്റ്റ് വെച്ചു. പക്ഷേ എനിക്കൊരു സംശയം, നിങ്ങളിൽ സ്ത്രീയുടെ ലൈംഗിക വികാരങ്ങൾ ഉണരാറുണ്ടോ? പുരുഷന്മാരെ കാണുമ്പോൾ നിങ്ങൾക്ക് താല്പര്യങ്ങൾ തോന്നാറുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് ഞങ്ങൾക്കറിയാൻ വേണ്ടി വിശദീകരിച്ചാൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും. അതിപ്പോൾ എന്ത് വിശദീകരിക്കാനാ പിന്നെ സാറേ, നമ്മളിപ്പോൾ ഒരു സ്ത്രീകൾക്ക് ഒരു പുരുഷന്മാരോട് തോന്നുന്ന ആ വികാരം തന്നെ നമുക്ക് തോന്നുക അത് നോർമലാണല്ലോ. അതേ തന്നെയാണ് നമുക്ക് തോന്നാറില്ലേ. ഒരു പുരുഷൻക്ക് ഒരു സ്ത്രീകളോട് തോന്നുന്ന പോലും ഒരു സ്ത്രീകൾക്ക് ഒരു പുരുഷനോട് തോന്നുന്ന വികാരം തന്നെയാണ് നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് തോന്നുന്നത്. നമുക്ക് വേറെ വ്യത്യാസമായിട്ടൊന്നും ഇല്ല. ഇപ്പോൾ സ്ത്രീകൾ കാണുമ്പോൾ ഒരു നല്ല ഭംഗിയില്ല, നല്ലൊരു മസിലുള്ള ചില സ്ത്രീകൾക്ക് അങ്ങനെയായിരിക്കും ഇഷ്ടം, ചില സ്ത്രീകൾക്ക് ഒരു പാവപ്പെട്ട ആണുങ്ങളായിരിക്കും ഇഷ്ടം. അതേപോലെ തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സിനും. നമുക്ക് വിചാരം തന്നെ ഒന്ന് തന്നെയാണല്ലോ. വികാരം ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെയല്ലേ, അതിൽ യാതൊരു മാറ്റമില്ല. സമൂഹം നിങ്ങളെ ഇപ്പോൾ സ്ത്രീയായി അംഗീകരിച്ചു കഴിഞ്ഞു. പണ്ട് കാലത്തൊക്കെ നിങ്ങൾ ഒത്തിരി തിക്താനുഭവങ്ങൾ അനുഭവിച്ചു വരാം. കാരണം ആണുമല്ല പെണ്ണുമല്ലാത്തൊരവസ്ഥയിൽ, ആൺകുട്ടികളോ പെൺകുട്ടികളോ അടുപ്പിക്കാത്തൊരവസ്ഥയിൽ സമൂഹം നിങ്ങളെ അത്തരത്തിൽ കണ്ടിരുന്നു. ഇപ്പോൾ ഒത്തിരി പുരോഗമനപരമായ വിദ്യാഭ്യാസപരമായ അറിവുകളും പഠനങ്ങളും നടത്തിയതിനു ശേഷം നിങ്ങളെല്ലാം സമൂഹം അംഗീകരിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേക ഒരു വിഭാഗം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു തനിയെ വിങ് തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. സർക്കാരിൻ്റെ ഒത്തിരി സഹായങ്ങളും കിട്ടുന്നുണ്ട്. സമൂഹം ആ രീതിയിൽ കാണുന്നുണ്ട്. ഈ സമൂഹം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സമൂഹത്തിന് തിരിച്ചു നൽകാനുള്ള എന്താണ് മെസ്സേജ് ഉള്ളത്? സമൂഹത്തിനോട് പറയാനുള്ളത് എനിക്ക്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, ജീവിതം ഒന്നേ ഉള്ളൂ, ഏതായാലും ഇങ്ങനെ ജനിച്ചു ഇല്ലേ, ഇനി അങ്ങോട്ടുള്ള ജീവിതം പരസ്പരം സത്യസന്ധമായ സ്നേഹത്തോടെ ജീവിച്ചു പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുമില്ല, ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നുമില്ല. ഉള്ളത് വരെ പരസ്പരം നമ്മൾ കുറേ പള്ളിയിൽ പോയിട്ടോ കുറേ അമ്പലത്തിൽ പോയിട്ടോ കുറേ ചർച്ചിൽ പോയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടൊന്നും ദൈവം ഒരിക്കലും ഇറങ്ങി വരില്ല. നമ്മൾ പരസ്പരം സ്നേഹം പങ്കുവെക്കുമ്പോഴാണ് ദൈവം നമ്മളെ കൂടെ ഉണ്ടാകുക. അത് പ്രത്യേകിച്ച് ജനങ്ങളോട് പറയാനുള്ളത്, പൊതുജനങ്ങളോട് പറയാനുള്ളത്, സമൂഹത്തിനോട് പറയാനുള്ളത്, ഒരിക്കലും നമ്മളെല്ലാം തികഞ്ഞ ആളാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. എല്ലാവരും സ്നേഹിക്കണം. എല്ലാവരും നമ്മൾ എന്ത് കാറ് ബംഗ്ലാവ് കൊട്ടണം, നമ്മൾ മരിക്കുമ്പോൾ അതൊന്നും കൊണ്ടുപോകുന്നില്ല. 4 മനുഷ്യന്മാരെ കൂടെ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ താമസ സൗകര്യം എന്ന് വെച്ചാൽ പണ്ടൊക്കെ നല്ല എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കള്ളക്കേസിൽ വരെ കുടിക്കുന്ന സ്റ്റേഷനിൽ വരെ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഞാൻ പെൺവാണിമം നടത്തിയെന്നോ ഞാൻ പെൺകുട്ടികളെ കയറി പിടിച്ചെന്നോ അങ്ങനെ ഒരു കേസ് ഇല്ല. ഇവർ കുറച്ച് അവിടെ ഒരു പകൽമാനിയരുണ്ട് ഞാൻ താമസിക്കുന്നത്. ഞാൻ ആദ്യം താമസിച്ചത് ഫെയർലാൻഡ് കോളനിയിലായിരുന്നു, ബത്തേരി ഫെയർലാൻഡ് കോളനിയിലായിരുന്നു. അവിടെ കുറച്ച് പകൽമാനിയരുണ്ട്. അപ്പോൾ അവർക്ക് എന്നോട് എന്ത് ദേഷ്യം എന്ന് വെച്ചാൽ, എൻ്റെ കൂടെ എപ്പോഴും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഭയങ്കര ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഇത് ഇവർക്ക് സഹിക്കുന്നില്ല. ഇവൻ ഒറ്റയ്ക്കാണല്ലോ താമസിക്കുന്നത്. അന്നൊന്നും ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്താണെന്ന് പോലും അറിയില്ല. ഇന്നാണെങ്കിൽ ഇപ്പോൾ കേസ് വേറെ രീതിയിലായേനെ. അന്ന് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകും, എൻ്റെ ഫോട്ടോസൊക്കെ വാട്സപ്പിലിട്ട് എന്നെ നാറ്റിക്കുകയും ഒരുപാട് ക്ലാസ് ഇല്ലാതാക്കുകയും. സ്കൂളൊന്നും ഇല്ലാതെ എനിക്ക് ഏത് സ്കൂളിൽ പോയാലും എനിക്ക് ക്ലാസ് ഇല്ലായിരുന്നു. ഞാൻ ഒപ്പന മാഷിൻ്റെ കൂടെ വർക്കിന് പോകാറുണ്ട്, ഒപ്പന പഠിപ്പിക്കാൻ പോകാറുണ്ട്. എനിക്കറിയാവുന്ന കലാപരിപാടി ഞാൻ പഠിപ്പിക്കാൻ പോയിട്ട് ഒരുപാട് സ്കൂളുകളൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന തൊട്ട് വീട്ടിൽ അപ്പുറത്തെ പിള്ളേർക്ക് വരെ ഞാൻ പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ പഠിപ്പിക്കുന്ന അവർ വരെ പറയുന്നുണ്ട് ഞങ്ങളെ മാഷാൻ അങ്ങനെ ഒന്നും ഇല്ലാന്ന്. എന്നാലും ഇവർ സമ്മതിക്കില്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കണം. ഇവരുടെ കുറേ ആൾക്കാരുടെ കണ്ണിൽ എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ആൾക്കാർ അവിടെ താമസിച്ചാൽ അവിടുത്തെ ഏരിയ പിള്ളേർക്ക് ഇതുപോലെ ആവുമോ? ഇവൻ്റെ കൂടെയാണല്ലോ കൂട്ട്, നീ അവനായിട്ട് എന്താ ചാന്തുപൂട്ടായിട്ടോ നിനക്കെന്താ കളി, 9 നിനക്കെന്താ, ഇങ്ങനെ ഒരു കുത്തുവാക്കുകളാണ് കൂടുതൽ. അവരെ വീട്ടിൽ ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം നമ്മൾ അനുഭവിച്ച ആ വേദനകൾ മറ്റുള്ളവർ അനുഭവിക്കരുത്.
ഞങ്ങൾക്ക് ഒരുപാട് അനുഭവമായിരുന്നു. ഒരുപാട് ഞാൻ താമസിക്കുന്ന വീട്ടുകാർ വരെ എന്നെ വിശ്വസിച്ചില്ല. വാടക കൊടുത്ത് വീട്ടുകാർ, അവർ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ 10 പേര് പറയുന്നല്ലോ കേൾക്കും, ഞാൻ ഒരാളല്ലേ. ഇന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. എനിക്ക് ഇന്ന് ശബ്ദം കൊടുക്കാൻ എനിക്ക് എൻ്റെ പാർട്ടിയും എൻ്റെ സംഘടനയും എൻ്റെ സഹോദരികളും എൻ്റെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്. അന്ന് എനിക്ക് ആരും ഇല്ലായിരുന്നു. എനിക്ക് അന്ന് അറിയില്ല സംഭവം ഇതെന്താണെന്നല്ല, എനിക്കന്ന് അറിയാത്ത ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെയൊക്കെ കുടിച്ചിട്ടുണ്ട്. പഠിക്കുന്ന കാലഘട്ടങ്ങളായാലും ശരി, താമസിക്കുന്ന കാലഘട്ടമായാലും ശരി, നമ്മൾ ജോലി സ്ഥലത്തായാലും നമ്മുടെ മിസ്യൂസ് ചെയ്ത ആൾക്കാരാണ് കൂടുതലുള്ളത്. സെക്സുപരമായിട്ടും അല്ലാതെയും കുറേ മിസ്യൂസ് ചെയ്തവരാണ്. നമുക്കിത് പുറത്ത് പറയാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ ഒരു ഏതെങ്കിലും ടീച്ചർമാരോ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന ഏതെങ്കിലും പിള്ളേരോ അല്ലെങ്കിൽ ഏതെങ്കിലും എൻ്റെ ഫ്രണ്ട്സുകൾ ഇറങ്ങി വന്നാൽ തന്നെ ഇവർക്കൊക്കെ ഒരു നോട്ടം, അവൻ്റെ വീട്ടിൽ ഇവർക്ക് എന്താ പരിപാടി. ഇന്ന് സദാചാരം പാടില്ല. അന്ന് സദാചാരമാണല്ലോ കൂടുതൽ. മറ്റൊരു വീട്ടിൽ എന്ത് നടക്കുന്നു അത് നോക്കലായിരുന്നു അവരുടെ പരിപാടി. അങ്ങനെ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ ജോലികളൊക്കെ കളഞ്ഞു, സ്കൂളുകളൊക്കെ ഇല്ലാതായി, താമസിക്കുക വീട്ടിൽ ഞാൻ സ്റ്റാൻഡിൽ വരെ പോയി കിടന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ വരെ പോയി കിടന്നിട്ടുണ്ട്. എനിക്ക് ഒരു നേരം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ഞാൻ കിടന്നിട്ടുണ്ട്. എനിക്കന്ന് സ്റ്റേഷനിൽ ചെന്നപ്പോഴും എനിക്കന്ന് ന്യായം കിട്ടിയില്ലായിരുന്നു. സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞത്, നീ എന്താ ഇങ്ങനെ, നീ ഒറ്റയ്ക്കല്ലേ, നിനക്ക് എന്താ അവിടെ പരിപാടി, നിന്റെ വീട്ടിൽ എന്താ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ വരുന്നത്. അപ്പോൾ സാറേ, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളുകളൊക്കെ, ഞാൻ ടെക്നിക്കൽ സ്കൂൾ, അങ്ങനെ ഒരുപാട് സ്കൂളുകളൊക്കെ ഞാൻ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ്. നിങ്ങൾ ആ സ്കൂളുകളൊക്കെ ചോദിച്ചു നോക്ക്, ഞാൻ അത്ര മോശപ്പെട്ട ആളല്ല, ഞാൻ ഇങ്ങനെ ജനിച്ചത് എൻ്റെ കുറ്റമല്ലല്ലോ. അങ്ങനെ പറഞ്ഞത് അത് നിന്റെ കുറ്റം തന്നെയാണ്, നിനക്ക് മര്യാദയ്ക്ക് നല്ലോണം നാളെ കിട്ടായിട്ടാ. അങ്ങനെയൊക്കെ പറഞ്ഞ ഉപദ്രവമായിരുന്നു. അങ്ങനെ ഒരുപാട് ഉപദ്രവം വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ആരെയും ഉപദ്രവിക്കരുത് ദയവ് ചെയ്ത്. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ജനിച്ചത് എൻ്റെ കുറ്റമല്ലല്ലോ. ഇതിപ്പോൾ ജന്മനാ എനിക്ക് കിട്ടിയതല്ലേ. അത് മനസ്സിലാക്കാതെ നമ്മൾ ഒരാളെ ഉപദ്രവിക്കരുത്. ഇപ്പോഴും ചില ഓഫീസുകളിൽ ചെല്ലുമ്പോൾ, സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും ഇപ്പോഴും 1-2 സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരാറുണ്ട്. താഴെ മുതൽ മുകളിൽ വരെ നോക്കും. അവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലെന്ന് എനിക്ക് പറയില്ല. അവർക്ക് ഇപ്പോഴും അതിനെ പറ്റി എന്താ പറയുക, അതിൻ്റെ ഒരു അവയർനെസ് കുറവുണ്ട്. ഇപ്പോഴും ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റം വരുത്തിക്കണം. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. സത്യസന്ധമായി സ്നേഹിച്ചിട്ട് ജീവിച്ച് മരിക്കുക. നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. എനിക്ക് അത്രയേ പൊതുജനങ്ങളോട് പറയാനുള്ളൂ. മായ കലാരംഗത്ത് സജീവമാണ്. യൂട്യൂബിൽ നിറയെ പ്രോഗ്രാംസ് ഉണ്ട്. സ്കൂളുകൾ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. പിന്നെ കുടുംബശ്രീ രംഗത്ത്, അപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കുടുംബശ്രീ അതൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു കലാകാരിയാണ്. നിങ്ങളുടെ പല ചിത്രീകരണങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അനുമോദനങ്ങൾ. അതിൻ്റെ കൂടെ വിശദമായ കാര്യങ്ങളൊന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി തീർച്ചയായിട്ടും പറയാം. കലാപരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ എനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമാണല്ലോ. കലാപരിപാടിയായിട്ടുള്ള എനിക്ക് ഡാൻസ്, മേക്കപ്പ്, അങ്ങനെ നാടകം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് നാടകം ചെയ്യുന്നത് നമ്മളുടെ ഗിരീഷ് കാരാരിൻ്റെ കൂടെയായിരുന്നു. അദ്ദേഹം നമ്മുടെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. അപ്പം അന്ന് നമ്മളെ കൂടെ ഇല്ല. ഫാമിലിയായിട്ട് നമുക്കിപ്പോഴും നല്ലൊരു ബന്ധം തന്നെയാണ്. ഞങ്ങൾക്കൊരു കൂട്ടായ്മ, ഒരു ഗ്രൂപ്പ് വാട്സപ്പൊക്കെ ഉണ്ട്. അങ്ങനെ അവരുടെ കൂടെയാണ് ആദ്യമായിട്ട് ഞാൻ കലാപരിപാടി നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നത്. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന ഈ ശുചിത കേരളം എന്ന് പറഞ്ഞിട്ട് ഈ പ്ലാസ്റ്റിക്കുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു നാടകമായിരുന്നു. അങ്ങനെയാണ് നാടകം ചെയ്യുന്നത്. അന്നേ മൂപ്പര് എന്നോട് പറയാറുണ്ട്, നിനക്ക് നല്ല കഴിവുണ്ട് മായ, നീ നന്നായി വരും എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. മൂപ്പര് ഇന്ന് ഇല്ല. എനിക്കതൊരു ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ കലാപരിപാടി ഉണ്ടെന്ന് ഞാൻ ഒപ്പനായിരുന്നു. എനിക്ക് കൽപ്പറ്റയിൽ ഒരു മാഷ് പരിചയപ്പെട്ടു. ഞാനിങ്ങനെ ബേക്കറി പരിപാടി കച്ചവടമൊക്കെ ആയിട്ട് സമയത്താണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ ഇത് ചാൻസ് കിട്ടിയത്. അങ്ങനെയാണ് മൂപ്പർക്ക് ഒരു ഷോപ്പുണ്ട്. അങ്ങനെ മൂപ്പര കടയിൽ പോകും, അങ്ങനെ ഒപ്പന പഠിക്കുക, അങ്ങനെ കുറേ കലാപരിപാടികൾ പഠിച്ചു. പിന്നെ ഞാൻ മൂപ്പര കൂടെ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ പോയിട്ടുണ്ട്. പിന്നെ അനിൽ മാഷ് എന്ന് പറഞ്ഞ നമ്മളൊരു സുഹൃത്തുണ്ട്. മൂപ്പര കൂടെ ഫോക്ക് ഡാൻസിന് അങ്ങനെ ഒരുപാട് സ്കൂളുകളിലൊക്കെ എന്ന് കൊണ്ടുപോകും പ്രാക്ടീസ് കൊടുക്കാനൊക്കെ. അത് വയനാട്ടിൽ അറിയപ്പെടുന്ന ഒരു മാഷാണ് അനിൽ മാഷ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുവാണ്, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സുമാണ്. നമ്മളൊരു അനിയനെ പോലെ ഇന്നും കാണുന്നു, ഇന്നും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരാൾക്കാരാണ്. അങ്ങനെയാണ് ഞാൻ ഈ കലാപരിപാടിക്ക് വരാൻ കാരണം, കലയുമായിട്ടുള്ള വരാൻ കാരണം. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാൻ പോയി. മൂപ്പരങ്ങനെ അവിടെ സ്കൂളുകളൊക്കെ ആക്കിത്തരും. ഇന്ന സ്കൂളിൽ പോയിക്കുക, അവിടെ പോയിക്കുക, ഇവിടെ പോയിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്കൂളുകളൊക്കെ പഠിപ്പിക്കാൻ പോകും. അങ്ങനെ ആ വരുമാനം കൊണ്ടായിരുന്നു ജീവിച്ചു കൊണ്ടിരുന്നത്. പിന്നെ നമ്മളെ സുൽത്താൻ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ കുറച്ച് ദിവസം ഞാൻ അഭിനയിക്കുമായിരുന്നു, വീഡിയോ ചെയ്യായിരുന്നു. അവരിങ്ങനെ കുറച്ച് സാമ്പത്തികം നമ്മളെ വേഗം പറ്റിക്കാൻ പറ്റുമല്ലോ, നമുക്ക് സ്നേഹം മാത്രം മതി എന്ന് വിചാരിക്കും. പിന്നെ അവർ നല്ലോണം നമ്മളെ പറ്റിച്ചേരും. അങ്ങനെ കുറച്ച് സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ ഞാൻ കുറച്ച് ദിവസം ആക്ടിങ്ങിലൊന്നും ഇല്ലായിരുന്നു, യൂട്യൂബ് ചാനലിലൊന്നും വരില്ലായിരുന്നു. അങ്ങനെ ഈ വീഡിയോ കണ്ടിട്ടായിരുന്നു തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ചാനൽ, തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ചാനലാണ്. അപ്പോൾ ഞാൻ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ സാറ് നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടുവന്ന്. അതൊക്കെ ദൈവത്തിനോട് നന്ദി പറയാമല്ലോ. നമുക്ക് അങ്ങനെ ഒരു കഴിവ് തന്നതിന്, നമുക്ക് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗം കാണിച്ചു കൊടുത്ത ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയാറുണ്ട്. ഇനി ഒരുപാട് ചാൻസ് കിട്ടിയാൽ ഇനിയാണ് അഭിനയിക്കും.
ഇനി ഒരുപാട് ക്ലാസ്സിൽ ഇപ്പോൾ പഠിപ്പിക്കാൻ കുറവാണ്, പഠിപ്പിക്കാൻ പോകലില്ല. ഇപ്പോൾ ഫുൾ യൂട്യൂബിൽ തന്നെയായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ വരുമാനം, യൂട്യൂബ് ചാനലിൽ അത് ചെയ്യുന്നുണ്ട്. അതുപോലെ സാറ് ചോദിച്ചു കുടുംബശ്രീ എങ്ങനെയാണെന്ന്. കുടുംബശ്രീ നമ്മൾ വയനാട് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ ഉള്ള കുടുംബശ്രീക്കാരോട് പ്രത്യേകിച്ച് എടുത്ത് പറയാം. അവിടുത്തെ മേഡത്തിനോട് ഒരുപാട് നന്ദി പറയണം. കാരണം നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും കുടുംബശ്രീ മീറ്റിംഗ് ആയാലും ശരി, നമുക്ക് കുടുംബശ്രീയിൽ എന്ത് ആനുകൂല്യങ്ങൾ വന്നാലും ശരി, നമ്മൾ വേഗം അറിയിക്കും. നമ്മളൊരു ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടല്ല അവർ കാണുന്നത്, നമ്മളൊരു കൂടപ്പിറപ്പിനെ പോലെ തന്നെ കാണുന്നത്. ഒരു മാറ്റി നിർത്തുകയല്ല. അത് പല ഓഫീസുകളിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുന്നേ നടന്ന കുടുംബശ്രീയിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഉള്ള കുടുംബശ്രീ നിലവിൽ നമുക്ക് നല്ല ഒരുപാട് ആനുകൂല്യമുണ്ട്. അത് മുഖാന്തരം നമുക്ക് ഒരുപാട് വരുമാനം നേടാനും നമുക്ക് ജോലി നേടാനും ഒരുപാട് നല്ല കാര്യം തന്നെ സുൽത്താൻ ബത്തേരി കുടുംബശ്രീക്കാർ നമുക്ക് നല്ല തന്നെ ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. മായ ഒരു സ്ത്രീയായി കഴിഞ്ഞു, മനസ്സുകൊണ്ടും ഒരു പരിധിവരെ ശരീരം കൊണ്ടും. അതെ. ഈ ഒരു കുടുംബ ജീവിതം ആഗ്രഹിക്കണമെന്ന് മായ്ക്ക് തോന്നാറുണ്ടോ? അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പുരുഷനെ കണ്ട ഒരുമിച്ച് വിവാഹം കഴിച്ച് മനസ്സിലാക്കുന്ന ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കണമെന്ന് മനസ്സിലാഗ്രഹം തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ ആ ചപല വ്യാമോഹങ്ങൾ എന്ന് പറഞ്ഞുകൂടാ, ആ മോഹങ്ങളെ പറ്റി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. സാറ് ചോദിച്ചാൽ എനിക്ക് ഒരു വിയോജനമുണ്ട്. കാരണം ഒരിക്കലും കുടുംബജീവിതത്തിലേക്ക് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഒരുപാട് ആൾക്കാർ ചതിച്ചു പോയിട്ടുണ്ട്. അത് എന്താ പറയുക, പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ശരിക്കും സ്ത്രീകൾ, ഇപ്പം ഞാൻ സ്ത്രീയാന്ന് പറയില്ല, ഞാൻ ശരിക്കും ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരു ട്രാൻസ് വുമൻ ആണെന്നോ ട്രാൻസ്ജെൻഡർ എന്നു എനിക്ക് പറയാൻ ആഗ്രഹം. ഞാൻ ഒരിക്കലും സർജറി ചെയ്താൽ പോലും ഞാൻ ഒരിക്കലും സ്ത്രീ ആകുന്നില്ല, ഒരിക്കലും അങ്ങനെ ആകാൻ പറ്റൂല. അതാണ് ഈ ആണും പെണ്ണും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു കുടുംബജീവിതം ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കാലത്ത് പണ്ടൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കൊരു ഫുൾ സർജറി ഒക്കെ ചെയ്തൊരു പുരുഷനെ കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇത് കുറേ നമ്മളെ പറ്റിച്ചു പോകും. ഞാൻ കൂടെ ഉണ്ട്, ഞാൻ നിന്ന് മരണം വരെ നോക്കാം. കാരണം നമ്മൾ വേഗം ഈ സ്നേഹത്തിന് കൊതിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ്. കാരണം ചെറുപ്പം മുതലേ ഒറ്റപ്പെട്ട് ജീവിച്ച് പിന്നെ ഒരാൾ വന്ന് നമ്മളോട് പറയാണ്, കുറച്ച് ദിവസം നമ്മളോട് സംസാരിക്കും, ഹായ് പറയും, ഫേസ്ബുക്കിൽ കൂടി ഹായ് പറയും, മെസ്സേജ് അയക്കും. നമ്മൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്ന് കാണാമല്ലോ, നമുക്ക് കുറച്ച് നേരം സംസാരിക്കാമെന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊരു തുണ കിട്ടി, നമുക്കൊരു സന്തോഷമായി, ഇനിയിപ്പോൾ നമുക്കൊന്ന് ഒരാളുണ്ടെന്നില്ല. അത് കുറച്ച് ദിവസമേ ഉണ്ടാകാറുള്ളൂ. കൂടുതൽ ആൾക്കാർ പറ്റിച്ചു പോകാറുണ്ട്. നമ്മളെ വേഗം പറ്റിക്കാൻ പറ്റും. കാരണം നമുക്ക് മനസ്സിലൊന്നുമില്ലല്ലോ, സ്നേഹിക്കാൻ മാത്രമായിരുന്നു. ഇപ്പോൾ കുറേ പേരുടെ മനസ്സിലെന്താ, ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ട്, അവർ അത് ചെയ്ത് ഇവർ ഇത് ചെയ്ത്, എല്ലാ സമൂഹത്തിലും എല്ലാ ആൾക്കാരുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അബദ്ധം പറ്റാറുണ്ട്. ഇപ്പോൾ എല്ലാം തികഞ്ഞ പോലീസുകാർ ഇവിടെ ഉണ്ടോ? പോലീസുകാരുടെ കേസ് എത്ര പോലീസുകാർ പേരിൽ കേസുണ്ട്, എത്ര സ്റ്റേഷനിൽ കേസുണ്ട്, സ്റ്റേഷനിൽ പോലീസുകാരുടെ പേരിൽ കേസുണ്ട്. അത് എല്ലാം തികഞ്ഞ ഡോക്ടർമാരില്ല, ഡോക്ടർമാരുടെ പേരിൽ ഒരുപാട് കേസുണ്ട്. ശരിക്കും സ്ത്രീകളെ പേരിലും ഒരുപാട് കേസുണ്ട്. ഒരുപാട് ശരിക്കും പുരുഷന്മാരുടെ പേരിൽ ഒരുപാട് കള്ളന്മാരും പല രീതിയിലുള്ള പല ആൾക്കാരുണ്ട്. പക്ഷേ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എവിടെയെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് വലുതാക്കി കളയും. കാരണം നമ്മൾ ചെറിയ കമ്മ്യൂണിറ്റിയാണ്, കുറച്ച് പേരേ ഉള്ളൂ. അത് ഒരാൾ ചെയ്യുമ്പോൾ എല്ലാത്തിലും മൊത്തത്തിൽ ഇപ്പോൾ ഒരു സാറ് ഒരു തെറ്റ് ചെയ്ത എല്ലാ ആണുങ്ങളും പറയില്ല. അപ്പോൾ അവർ പറയുന്നത് എന്താ പറയുക, ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒരു തെറ്റ് ചെയ്താലേ ട്രാൻസ്ജെൻഡേഴ്സിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. ആ ഒരു ചിന്താഗതി മാറ്റണം. എല്ലാവരും ഒരുപോലെയല്ല. നല്ലവരും ചീത്തയും എല്ലാവരും ഉണ്ട്. നമ്മളുടെ ഇടയിൽ എല്ലാവരും നല്ലവരും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആദ്യം പറയാം, എല്ലാം തികഞ്ഞ മനുഷ്യന്മാരോട് ഒരാളും ഇല്ല. എല്ലാത്തിലും നല്ലതും ചീത്തയും എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം നമ്മൾ സഹകരിച്ച് എല്ലാം അനുസരിച്ച് പോകുക എന്നല്ലാതെ പിന്നെ നമുക്ക് വേഗം ദേഷ്യം വരും. ഈ ട്രാൻസ്ജെൻഡേഴ്സ് നമ്മൾ ഭയങ്കര ദേഷ്യം വരുന്ന വെച്ചാൽ നമ്മളെ മനസ്സുകൊണ്ട് നോവിക്കുന്ന രണ്ട് അടി കൊടുക്കാനും നമുക്ക് കുഴപ്പമില്ല. നമ്മളെ ഈ നോട്ടം കൊണ്ട് ഭാവം കൊണ്ട് ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ തന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല, നോർമൽ. അവരിങ്ങനെ തന്നെ നോക്കിയേക്കുക. അപ്പോൾ നമുക്കത് ഭയങ്കര ദേഷ്യമുള്ള കാര്യം. നമുക്ക് അങ്ങനെ ഒരാൾ നോക്കിയേക്കുമ്പോൾ നമ്മൾ ചോദിക്കും, എന്താ ഇങ്ങനെ നോക്കുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? അപ്പോൾ അവർ പറയുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. നോട്ടം അവരുടെ ഭാഗത്തായിരുന്നു, തെറ്റ് അവരുടെ ഭാഗത്തായിരുന്നു. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മാറ്റി വെക്കണം. അതൊക്കെ എന്താ പറയുക, അതൊക്കെ മാറ്റി നല്ല രീതിയിൽ എല്ലാവരും സന്തോഷമായി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. പക്ഷെ അന്യ സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് നമുക്കിവിടെ ജീവിക്കാൻ, ട്രാൻസ്ജെൻഡേഴ്സിന് ജീവിക്കാൻ ഒരുപാട് ഗവൺമെൻറ് ഒരുപാട് സഹകരണം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചെന്നൈ, ബാംഗ്ലൂർ, ബോംബെ, കൽക്കത്ത, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഒരു പ്രത്യേക കോളനി ആയിട്ടാണ് ജീവിക്കുന്നതെന്നും അവരെല്ലാം സെക്സ് വർക്കേഴ്സാണെന്നും കേട്ടിട്ടുണ്ട്. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ശരീരവും ആണുങ്ങളുടെ ശരീരവും അങ്ങനെയാണല്ലോ. എങ്ങനെയായിരിക്കാം അവർ ഈ സെക്സ് വർക്ക് എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നതും എന്തായിരിക്കും? അതൊന്ന് വിശദീകരിക്കാൻ പറ്റില്ല. പറയാം. പിന്നെന്താ പറ്റാ, എന്താ
നമുക്കെല്ലാം തുറന്ന് സംസാരിക്കാനല്ല. സെക്സ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമല്ല, അതൊരു തെറ്റിദ്ധാരണയാണ് ജനങ്ങളുടെ ഇടയിൽ. ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമുള്ള സെക്സ് വർക്ക് ചെയ്യുന്നത് അല്ല, സ്ത്രീകളും ചെയ്യുന്നുണ്ട്, പുരുഷന്മാരും ചെയ്യുന്നുണ്ട്. പുരുഷന്മാർ ഇപ്പോൾ വലിയ വലിയ സിറ്റികളിലൊക്കെ പുരുഷന്മാർ സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്, അതൊന്നും പുറത്തറിയുന്നില്ല എന്നുള്ളൂ. ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഗതികേട് കൊണ്ട് റോട്ടിൽ നിൽക്കുമ്പോൾ അപ്പോൾ ഇവരുടെ ഭാവം എന്താ, ഇവർ സെക്സ് വർക്കേഴ്സ്. 10 ട്രാൻസ്ജെൻഡർ സെക്സ് വർക്ക് ചെയ്തതിൽ 25 സ്ത്രീകൾ സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് അവർ എന്താ പറയുക, അതൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടമാണ്. ഞാൻ എന്ത് ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ സുപ്രീം കോടതിയുടെ ഉത്തരവാണ്, അതൊന്നും നമുക്കൊരു ചോദ്യം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അന്യ സംസ്ഥാനത്ത് അവർ തുടക്കം മുതലേ വേറെ നിവൃത്തികേട് കൊണ്ട്, കാരണം അവർക്കൊരു ജോലിയില്ല, അവർക്കൊരു വരുമാനമില്ല, താമസിക്കാൻ ഒരു സ്ഥലമില്ല, വീട്ടുകാരിൽ അച്ഛനില്ല, അമ്മയില്ല, കൂടപ്പിറപ്പുകളില്ല, നല്ല വിദ്യാഭ്യാസം ഇല്ല, ആരും ജോലി തരുന്നില്ല. ഇവരെങ്ങനെ ജീവിക്കും സാറ് പറ? എങ്ങനെ ഇവർ ജീവിക്കും? ഇവർക്ക് എന്താണ് വരുമാനം? റോട്ടിൽ നിൽക്കുന്ന മാത്രം ഇവർ എന്തുകൊണ്ട് റോട്ടിൽ നിൽക്കുന്നത്? ഇത് വാങ്ങാൻ വരുന്നതുകൊണ്ടല്ലേ റോട്ടിൽ നിൽക്കുന്നത് ഇവർ. അല്ലാണ്ട് ഇപ്പം ഞാൻ ഒരു കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഞാൻ വെച്ച് വെക്കും, അത് വാങ്ങാൻ വരുന്ന ആൾക്കാരെല്ലാം കൊണ്ടാണ് ഞാൻ വിൽക്കുന്നത് അല്ലേ? അല്ലാണ്ട് ഞാൻ മാത്രം പോയി അവിടെ നിന്നാൽ എൻ്റെ അടുത്ത് 6 മണിൽ 4 ദിവസം നിൽക്കും, 5-ാമത്തെ ദിവസം ഞാൻ അവിടെ പോയി നിൽക്കുമോ? നിൽക്കൂല. കാരണം 5-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അത്രയും ജനങ്ങൾ എന്താ പറയുക, സെക്സിൻ്റെ ദാരിദ്ര്യത്തിലാണ്. കാരണം നമ്മളെ അടുത്ത് വരുമ്പോൾ ഒരു 500-1000 കൊടുത്താൽ അവരുടെ കാര്യം കഴിയുന്നു. കാരണം വേറെ ജോലി കിട്ടുന്നില്ല. ഇപ്പോഴും നമുക്കിപ്പോൾ വേറെ സംസ്ഥാനം, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു. കേരളത്തിൽ മാത്രമല്ല, നമ്മളെ ഇന്ത്യയിൽ തന്നെ പല ജില്ലകളിലും നല്ല രീതിയിൽ പഠിച്ച് ജോലിക്ക് പോയ ആൾക്കാർ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു. കാരണം നിവൃത്തികേട് കൊണ്ട് പോയി നിൽക്കുന്നവരെ മാത്രമേ ഇവർ കണ്ണിൽ കാണുന്നുള്ളൂ. ഈ രാത്രി സമയത്ത് ചില യൂട്യൂബുകാർ ഇതാ റോഡ് സൈഡിൽ നിൽക്കുന്നു. ഇവിടെ ഒരുപാട് റിസോർട്ടുകളിലും ലോഡ്ജുകളിലും സ്ത്രീകളും പുരുഷന്മാരും സെക്സ് വർക്ക് ചെയ്യുന്നത്, അതൊന്നും നമ്മൾ പുറത്ത് അറിയുന്നില്ല. നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് പോയി വെറുതെ പോയി നിന്നാൽ തന്നെ, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയി നിന്നാൽ തന്നെ അവർ രാത്രിയായി കഴിയുമ്പോൾ ഇറങ്ങി, അവർ രാത്രിയായില്ലേ, ഇനിയിപ്പോൾ അവരെ കച്ചവടമാണ്. ഈ പറയുന്നവരെന്താണ് കുറച്ച് കഴിയുമ്പോൾ വരുന്നത് നമ്മളുടെ അടുത്ത്. ഏത് ഈ പകൽമാനിതാണ് കൂടുതൽ വരുന്നത്. നമ്മളെ പറ്റി കുറ്റം പറയുന്നവരാണ് കൂടുതൽ നമ്മളെ അടുത്ത് വരുന്നത്. ഒരു ജോലിയില്ല. നമ്മളിപ്പോൾ ഒരാളടുത്ത് പോയി, ഞാൻ ഒരാളടുത്ത് ഒരു ജോലി ചോദിക്കുമ്പോൾ അയാൾ വേഗം പറയുന്നതന്നെ, ജോലിയൊന്നുമില്ല, ഒന്ന് സഹകരിക്കാനല്ലേ നമുക്ക് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം. കാരണം ആ സമയത്ത് ഞാൻ സഹകരിച്ചില്ലെങ്കിൽ എൻ്റെ വീട് വാടക 6 കൊടുക്കും, ഞാൻ പട്ടിണിയാണ്. വിശപ്പ്, വല്ലാത്തൊരു വിശപ്പ്. കാരണം നമ്മളൊക്കെ ഒരുപാട് വിശന്ന് പട്ടിണി കിടന്ന് വന്ന ആൾക്കാരാണ്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ജില്ലാ ജഡ്ജസ് ബോർഡ് ആണെങ്കിലും, ഞാനിന്നൊരു യൂട്യൂബർ ആകാനും, ഞാനിന്ന് വയനാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ആളും തമിഴ്നാട്ടിൽ കൂടുതൽ അറിയപ്പെടുന്ന ഒരാളായി മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ബുദ്ധിമുട്ടി ഒരുപാട് സ്ഥലം അടിയും സ്റ്റേഷനുകളിലും വീടുകളിലും താമസിക്കുന്ന സ്ഥലങ്ങളിലും എന്താ പറയുക, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒരുപാട് അടിയും ചവിട്ടും ചീത്തയും ഒക്കെ കൊണ്ടുവന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അല്ലാണ്ട് പെട്ടെന്ന് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ നിങ്ങളെ മുന്നിൽ ഇരിക്കാനോ ഇപ്പോൾ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു അറിയപ്പെടുന്ന ഒരാളാകണമെങ്കിൽ സാധാരണ കാര്യമല്ല. അന്ന് അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറിയായിരിക്കും. എല്ലാവരും താല്പര്യം കൊണ്ട് പോയി നിൽക്കുന്നതല്ല. സെക്സ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കണം, കോടികൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് താല്പര്യപ്പെട്ട് ആരും സെക്സ് വർക്ക് ചെയ്യാനായിട്ട് ജനിച്ച ട്രാൻസ്ജെൻഡേഴ്സ് അല്ല, നിവൃത്തികേട് കൊണ്ട് പോയി നിൽക്കുന്നവരാ. അവർക്ക് എന്ത് ചെയ്യും സാറേ? ഒരു വരുമാനമില്ല. ഒരു വീട് ഇപ്പോൾ സാധാരണ നിങ്ങൾ പോയി ഒരു വീട് വാടകയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ 5000 പറയും. 5000 രൂപ കിട്ടുന്ന വീട് ഞാൻ പോയി ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് 12,000 പറയുക. കാരണം അവർക്കറിയാം ഞങ്ങൾ കൊടുക്കുമെന്ന്. വേറെ വീട് കിട്ടാണ്ടാവില്ല. നിവൃത്തി കൊണ്ട് നമ്മൾ എടുക്കും. ഞാൻ കിടന്നുറങ്ങണ്ടേ, ഒന്ന് അന്തി ഉറങ്ങണ്ടേ, ഒരു നേരം ഭക്ഷണം വെച്ച് കഴിക്കാൻ റോട്ടുമേ കിടക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ സെക്സ് വർക്ക് ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം വേറെ നിവൃത്തി കൊണ്ട് പോയി ചെയ്യുന്നത്. ഇപ്പോൾ കുറേ കേരള സർക്കാർ കാരണം നമ്മൾ ഒരുപാട് മാറ്റം വന്നു. ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട്, ജോലിയായി. ഒരുപാട് റിസോർട്ടുകളും ബ്യൂട്ടി പാർലറായിട്ടും മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടും നമ്മളെപ്പോലെ യൂട്യൂബറായിട്ടും ജോലിയായി നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഇനിയും അത് 10% മാറി, ഇനി 90% മാറാൻ കിടക്കുന്നു. അതും കൂടി മാറട്ടെ, പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർത്ത് പിടിക്കാൻ പഠിക്കുക. എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. മായയുടെ സങ്കടങ്ങളും വേദനകളും ജീവിത സാഹചര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുടെ യൂട്യൂബ് പ്രേക്ഷകർ മനസ്സിലാക്കുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് എന്താണെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ഒരു ചാരിതാർത്ഥ്യത്തോടെ മായയുടെ ജീവിതത്തോട്, മായയുടെ ആ വൈഭവത്തോട് ജീവിച്ചു തീർക്കണം എന്ന ആ ഉൽപ്പതിഷ്ണതയോട്, അതിലുപരി സമൂഹത്തിന്
നല്ലൊരു സന്ദേശം, ഞങ്ങളും മനുഷ്യരാണ് എന്ന സന്ദേശം നൽകിയതിന് മായയ്ക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. നമസ്കാരം.